കഴിഞ്ഞ 25 വർഷം ഒരു 10,000 രൂപ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് SWP ആയിട്ട് ചുരുങ്ങിയത് ഒരു 2 ലക്ഷം രൂപയെങ്കിലും മാസം വരുമാനമായിട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സമീപനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും നിക്ഷേപവും വ്യത്യസ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുമാണ് ഞാൻ ഈ ചാനലിൽ കൈകാര്യം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്താണ് SIP, എന്താണ് SWP, എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അതിലൂടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടേണ്ട ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണത്. വീഡിയോ കാണുന്ന ഒട്ടുമിക്കവർക്കും എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് അറിയാമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ പോലും ഇത് കാണുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് ഒരു രൂപം തരാം. ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഹബ്ബുകളുണ്ട്. ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ അവർക്ക് നൂറുകണക്കിന് വ്യത്യസ്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻസുകളുണ്ട്. നമ്മുടെ സമ്പത്ത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ അവർ കൃത്യമായിട്ട് നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം വ്യത്യസ്തമായിട്ടുള്ള ചില മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിലൂടെ ലാഭമുണ്ടാക്കി ആ ലാഭത്തിൽ നിന്നും ചെറിയൊരു പെർസെൻറ്റേജ് അവരുടെ ഒരു സർവീസ് ചാർജായിട്ട് ഈടാക്കി ബാക്കി വരുന്ന മൊത്തം പണം നമുക്ക് തിരിച്ചു തരുന്ന രീതിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ആയതിനാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഹബ്ബുകളുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുണ്ട്. ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നു. അവർ 3 സ്ഥലങ്ങളിലാണ് മുഖ്യമായിട്ടും ഈ മ്യൂച്വൽ ഫണ്ട് എമൗണ്ട് നിക്ഷേപിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അവർ ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തത് അവർ ഡെപ്റ്റ്, കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് അതല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകാൻ വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കുന്നു. കടപ്പത്രങ്ങളിലും ഇക്വിറ്റിയിലും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളും ഉണ്ട്. അപ്പോൾ ആദ്യത്തേത് പ്യൂർലി സ്റ്റോക്കിൽ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി അതിൽ നിക്ഷേപിക്കുന്നതാണ് 100% ഇക്വിറ്റി ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഗവൺമെൻറ്റുകൾക്കും മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെ കടങ്ങൾ കൊടുത്ത് അവരിൽ നിന്ന് നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങി അതിൻ്റെ ലാഭം നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുന്ന രീതിയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് രണ്ടും ഒരേപോലെ തന്നെ, കുറച്ച് ഡെപ്റ്റിലിടും കുറച്ച് ഇക്വിറ്റിയിലും ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കസ്റ്റമറിന് കൊടുക്കുന്ന രീതിയാണ്. ഇതാണ് 3 വ്യത്യസ്ത രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റിയിൽ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൽ ചില മ്യൂച്വൽ ഫണ്ടുകൾ ലാർജ് ക്യാപ്പ് വലിയ കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ചിലത് മിഡ് ക്യാപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ചിലത് സ്മോൾ ക്യാപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ചിലവർ ബാലൻസ്ഡ് ആക്കാറുണ്ട്. ഇപ്പോൾ ഒരു 33% ലാർജ് ക്യാപ്പ്, അല്ലെങ്കിൽ കുറച്ച് മിഡ് ക്യാപ്പ്, കുറച്ച് സ്മോൾ ക്യാപ്പ്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ലെവല് അത്ര സ്പീഡ് ഉണ്ടാവില്ല, പക്ഷേ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അതല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിലേക്കാവുമ്പോൾ അതിന് ചിലപ്പോൾ ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഡൗൺ ആവാനുള്ള സാധ്യത. നമുക്ക് പ്രത്യേകിച്ച് റോഡുകളൊന്നും വരുന്നില്ല. നമ്മളൊരു ഫണ്ട് എടുക്കുന്നു, ആ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിനെ ഏൽപ്പിക്കുന്നു. അവരാണ് കൃത്യമായിട്ട് ഏത് ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അവർ അണ്ടറിൽ ഒരു 10-50 സ്ഥാപനങ്ങളുണ്ടാവും, ആ ഡിഫറെൻറ്റ് കമ്പനികളുണ്ടാവും. അവിടെ കൃത്യമായിട്ട് നോക്കി പഠിച്ച് മനസ്സിലാക്കി അവർ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു പോകും. ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നു മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് SIP? SIPയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ പൈസകളൊന്നും ആവശ്യമില്ല. നമുക്കൊരു മാസ വരുമാനമുള്ള ഒരാളാണെങ്കിൽ, ഒരു ദിവസവേതനമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് മാസം മാറ്റി വെച്ചിട്ട് ആ പൈസ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകാം.
അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലെറ്റ്സ് ഒരു 10,000 രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ അതിൽ നിന്ന് ഒരു 20% ഒരു 2,000 രൂപ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് മാസം ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. ഇനി അതല്ല ഒരു 50,000 രൂപ വരുമാനമുള്ളതാണെങ്കിൽ അതിൽ നിന്ന് ഒരു 20% മാറ്റി വെച്ചിട്ട് ഒരു 10,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു കാൽക്കുലേഷൻ, ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു 20% മാറ്റി വെച്ച് ഇത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ആ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ ചൂസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണോ അവർ ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മാനുവലി ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ പൊക്കോളും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലൊരു കാര്യം പറയുന്നു. 25 വർഷം മുമ്പ് 10,000 രൂപ വെച്ചിട്ട് ഒരാൾ കഴിഞ്ഞ 25 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 10 വർഷം കൊണ്ട് ചെയ്ത് 12 ലക്ഷം രൂപയാണ്. ഒരു 20 വർഷം കൊണ്ട് ചെയ്തത് ഒരു 24 ലക്ഷം രൂപയാണ്. 25 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ളത് വെറും 30 ലക്ഷം രൂപ മാത്രമാണ് കഴിഞ്ഞ ഈ 25 വർഷം അല്ലേ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെർത്ത് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഒരു 15%, 10 തുടങ്ങി 15% ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഇയർലി കിട്ടുന്ന ഒരു ഗ്രോത്ത്. അത് ഓരോ വർഷത്തിനനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ കൂടും, 20-25 വരും, ചിലപ്പോൾ 10-12, ചിലപ്പോൾ 8 ആവും. പക്ഷെ എന്നാലും ഒരു ആവറേജ് എടുക്കുമ്പോൾ മിനിമം ഒരു 15% ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ നൽകാറുണ്ടെന്നുള്ള. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ആ 30 ലക്ഷം രൂപ ഇപ്പോൾ ഒരു 2,75 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മാസം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 2 ലക്ഷം രൂപ വെച്ച് നമുക്ക് എടുക്കുകയാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 25 വർഷം ഒരാൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു 25 വർഷം കഴിയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് SWP ചെയ്യാം, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് വേണം എടുക്കണമെന്ന് തീരുമാനിക്കാം. അതിൽ ഇത്ര എമൗണ്ട് എനിക്ക് വേണമെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചിട്ട് എടുക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകാൻ വേണ്ടി. 1 ലക്ഷം രൂപ സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ കൃത്യമായ ഒരു ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ 10-ാം തീയതിയോ 1-ാം തീയതിയോ ആ ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫണ്ട് മാനേജേഴ്സ് നമ്മുടെ ആ 1 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള സ്റ്റോക്ക് അവർ കൊടുത്തിട്ട് അതിൻ്റെ അത്ര യൂണിറ്റ്സ് സ്റ്റോക്കല്ല, അത്ര യൂണിറ്റ്സ് അവർ കൊടുക്കും. അപ്പോൾ ഫണ്ട് മാനേജർ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ 1 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള യൂണിറ്റ്സുകൾ അവർ കൊടുക്കും. ആ കൊടുത്ത പൈസ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. 2,25 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മളൊരു 1 ലക്ഷം രൂപ മാസം എടുത്താൽ തന്നെ ഒരു വർഷം എടുക്കുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പോൾ മൊത്തം മ്യൂച്വൽ ഫണ്ടിൻ്റെ 0.35 0.40 ഒക്കെ ആയിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ. ആവറേജ് ഒരു വർഷം ഗ്രോത്ത് എത്രയുണ്ട്? 15% ഉണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വർഷം മൊത്തം എടുക്കുമ്പോൾ മേ ബി ലെസ് ദാൻ 5% എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോഴും 15% ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ വീണ്ടും അടുത്ത വർഷം ഈ 2,75 നമ്മൾ കൂടുള്ളൂ, കുറയില്ല നമ്മൾ എത്ര എടുത്താലും. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് പ്രോഫിറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പൈസക്ക് അനുസരിച്ചിട്ട് നമ്മുടെ വാല്യൂ കുറയില്ല, നമുക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫംഗ്ഷൻ. ഇതാണ് SIP എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഇതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇനി നിങ്ങൾ 25 വർഷം മുമ്പ് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ലേറ്റ് അല്ല, നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ ഇനി 25 വർഷം ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അവരവരുടെ സൗകര്യം പോലെ എത്ര കാലമാണോ ജോലി ചെയ്യുന്നത് അത്രയും കാലം, 5 വർഷമോ 10 വർഷമോ മിനിമം 5 വർഷമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് കുറച്ചും കൂടി ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്ന സമയം അത്രയും കാലം നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അവരെന്ന് മുതൽ ജോലി തുടങ്ങുന്ന അന്ന് മുതൽ ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ പറയുക. സ്വാഭാവികമായിട്ടും ഒരു 30, 40, 50 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കും. അതിലൂടെ സ്വതന്ത്രമായിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത, കടങ്ങളില്ലാത്ത ഒരു പുതിയ തലമുറയെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.